സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ അർത്ഥമൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് 601 മുതലുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഹസ്രനാമ ജപങ്ങൾ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ അത് നമുക്ക് പലതരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു രക്ഷാ കവചം തന്നെ ആയിരിക്കും എന്ന് ആചാര്യന്മാർ നമുക്ക് പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അതൊരു ശീലമാക്കുക, കുട്ടികളെയും അത് പരിശീലിപ്പിച്ച് തുടങ്ങാം. ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ആവശ്യം തന്നെയാണ് സഹസ്രനാമ ജപങ്ങളുടെ പാരായണം. അത് ഏത് മൂർത്തിയാണോ ഇഷ്ടമുള്ളത്, നമ്മുടെ ഒരു ഇഷ്ട ദേവതാ സങ്കല്പം ഉണ്ടാവുമല്ലോ, ആ ഒരു സങ്കല്പത്തിനനുസരിച്ച് നമുക്ക് ഏത് സഹസ്രനാമം വേണമെങ്കിലും ജപിക്കാം. അപ്പോൾ ഇന്ന് 601 മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോ ജലന്മുഖി ഗുരുമൂർത്തിർഗുണനദർ ഗോമാതാ ഗുഹ ജന്മബഹു ദേവീഷി ദണ്ഡനിർദിസ്ത ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത. അതുവരെ വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ധരാന്തോളിത ദീർഘാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്പാൽപമായി ചലിക്കുന്ന, അതാണ് ധരാന്തോളിതങ്ങൾ എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ നീണ്ടവ ആയ അക്ഷികളുള്ളവൾ, ധരാന്തോളിത ദീർഘാക്ഷി, നീണ്ട അക്ഷികളുള്ള ദേവി. അല്പാൽപമായിട്ട് ചലിക്കുന്ന കണ്ണുകൾ സൗന്ദര്യ ലക്ഷണമാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് ചഞ്ചലാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ചഞ്ചലാക്ഷി എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ നമ്മൾ കവിതകളിലും ഒക്കെ സ്ത്രീ സൗന്ദര്യമൊക്കെ വർണ്ണിക്കുമ്പോൾ ചഞ്ചലാക്ഷി, കണ്ണുകൾ മാനിനെ പോലെ കണ്ണ്, താമര പോലെ കണ്ണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ ചഞ്ചലാക്ഷി എന്ന് പറയുന്ന ആ ഒരു അർത്ഥം ആണ് വരുന്നത്. ധരാന്തോളിത ദീർഘാക്ഷി, അല്പമായിട്ട് ചലിക്കുന്ന നീണ്ട കണ്ണുകളുള്ള ദേവി എന്നാണ് അർത്ഥം. അപ്പോൾ ദേവിയുടെ മുഖ സൗന്ദര്യത്തെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ധരം എന്ന് പറയുമ്പോൾ ഭയം എന്നാണ് അർത്ഥം. ധരം ഭയം. അങ്ങനെയാണെങ്കിൽ ഭയത്തെ ആന്തോളനം ചെയ്യുക, നശിപ്പിക്കുക. അപ്പോൾ ഭയത്തെ നശിപ്പിക്കുന്ന ദീർഘമായ കണ്ണുകൾ ഉള്ളവൾ എന്നാണ് ശരിക്കും അതിൻ്റെ ഒരു അർത്ഥം. ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോ ജലന്മുഖി, അങ്ങനെയാണല്ലോ തുടങ്ങുന്നത് ആ ഒരു ശ്ലോകം. അപ്പോൾ ഇവിടെ ഭയത്തെ, ധരം ഭയം, ആന്തോളനം ചെയ്യുക, നശിപ്പിക്കുക, ഭയത്തെ ആന്തോളനം ചെയ്യുന്ന ദീർഘമായ അക്ഷികൾ ഉള്ള ദേവി എന്നാണ് അർത്ഥം. അപ്പോൾ ദേവിയുടെ കണ്ണുകൾ കരുണാതരംഗിതമാണ് എന്നും ഏതൊരു ഉപാസകനിലാണോ ആ അക്ഷികൾ പതിയുന്നത് അവന് ഭയം നശിക്കുമെന്നും സർവ്വഭയങ്ങളിൽ നിന്നും അഭയം കൊടുക്കുന്ന ദേവി എന്നാണ് ആ ദീർഘ അക്ഷികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറൊരു അർത്ഥം കൊണ്ടുണ്ട്, ശത്രുക്കൾക്ക് ഭയങ്കരമായി ഇളകുന്ന നോട്ടത്തോടു കൂടിയവൾ എന്നും പറയാം. അപ്പോൾ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് ദേവിയുടെ ആ നോട്ടം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് തോന്നാമെന്നാണ്. അതാണ് നമ്മുടെ ദേവി സങ്കല്പങ്ങളൊക്കെ ചിലവർ അത് തെറ്റായിട്ടൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണോ നമ്മുടെ മനസ്സ് അതുപോലെയാണ് നമുക്കെല്ലാം കിട്ടുക. അതാണ് അവിടുത്തെ ഒരു തത്വം. അതാണ് നമ്മൾ കൊടുക്കുന്നതേ നമ്മൾ കിട്ടുള്ളൂ. നമ്മൾ ദുഷ്ടതരം അങ്ങോട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നതും ദുഷ്ടതരങ്ങളായിരിക്കും, നല്ലത് കൊടുക്കുമ്പോൾ നല്ലത് കിട്ടും. അപ്പോൾ ആ ഒരു തത്വമാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. മഹിഷാസുരൻ, ശുംഭൻ, നിശുംഭൻ തുടങ്ങിയവരെ വധിക്കാൻ ദേവി കോപകലുഷിതമായ കണ്ണുകളോടുകൂടി നിന്ന ആ ഒരു യുദ്ധരംഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് സ്മരിക്കാം. ഇനി 602 നാമം ധരഹാസോ ജ്വലന്മുഖി. ധരഹാസം മന്ദഹാസമാണ്.
അപ്പോൾ അങ്ങനെ മന്ദഹാസത്തോടു കൂടി ശോഭയുള്ള മുഖത്തോടു കൂടിയവൾ. അപ്പോൾ ദേവി യുദ്ധ സമാനമായ അന്തരീക്ഷത്തിൽ വളരെ കോപത്തോടു കൂടി അസുരന്മാരെ എതിരിടുമ്പോൾ അത് അവിടെ നമുക്ക് ഭയാനകമായിട്ട് പല സ്ഥലത്തും തോന്നിയെങ്കിലും മന്ദഹാസം കൊണ്ട് ഉജ്ജ്വലിക്കുന്ന മുഖമുള്ള ദേവി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെയും സൗന്ദര്യത്തെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭക്തന്മാരിൽ പ്രകടമായ വാത്സല്യം കാണിക്കുന്ന ആ ഒരു ഭാവമാണ് ആ മന്ദഹാസം കൊണ്ട് ഉജ്ജ്വലിക്കുന്ന ശോഭയുള്ള മുഖമുള്ളവൾ എന്ന അർത്ഥം. ധരഹാസം, മന്ദഹാസം, ഉജ്ജ്വലമുഖി, ശോഭയുള്ള മുഖമുള്ളവൾ, അതാണ് ധരഹാസോജ്വലന്മുഖി. ഇനി അടുത്തത് ഗുരുമൂർത്തി, 603 നാമം. ഗുരു തന്നെ മൂർത്തിയായിട്ടുള്ളവൾ. അപ്പോൾ ദേവി മന്ത്രം, ഗുരു, ശ്രീചക്രം, ഇത് 4ഉം ഒന്നായിട്ട് നമ്മൾ കാണേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മന്ത്രം ദേവിയുടെ ശബ്ദശരീരവും ശ്രീചക്രം എന്ന് പറയുന്നത് ദേവിയെ പ്രതിനിധീകരിക്കുന്ന രൂപമാതൃകയുമാണ്. അപ്പോൾ ശ്രീചക്രത്തെ ഉപാസിക്കുന്നവരുണ്ട്. അപ്പോൾ ശ്രീചക്രം ദേവിയുടെ രൂപമാതൃകയായിട്ട് എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ദേവിയുടെ നമ്മൾ ഈ കാണുന്ന സ്ഥൂല രൂപത്തിലെടുക്കാതെ ശ്രീചക്രത്തെ ഉപാസിക്കുന്നവരുണ്ട്. അങ്ങനെ മന്ത്രം എന്ന് പറയുന്നത് ശബ്ദശരീരമായിട്ടും ശ്രീചക്രം രൂപമാതൃകയായിട്ടും കാണുമ്പോൾ അതാണ് ദേവിയും ചക്രവും തമ്മിലുള്ള ആ ഒരു ബന്ധം. പിന്നെ ദേവിയും മന്ത്രവും തമ്മിലും ബന്ധമുള്ളതുപോലെ ഇവിടെ നമുക്ക് ഗുരുവും ദേവിയും തമ്മിലും ഐക്യമുണ്ട്. അതാണ് ഗുരുമൂർത്തി, ഗുരു തന്നെ മൂർത്തിയായിട്ടുള്ളവൾ എന്ന് അർത്ഥം. അപ്പോൾ ഗുരുവിന് ഉപാസകൻ, ഒരു ഗുരുവിന് എത്രത്തോളം സ്ഥാനമാണ് ഉള്ളത് എന്നും കൊടുക്കേണ്ട സ്ഥാനത്തെ ഇവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ ദേവിയെ ഗുരുവിൻ്റെ മൂർത്തിയായിട്ട് വർണ്ണിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ദേവതാ സങ്കല്പങ്ങളും ഗുരുക്കന്മാരാണെന്ന് പറയും. അതുകൊണ്ടാണ് നമുക്ക് ഹിന്ദു സങ്കല്പത്തിൽ 30 മുക്കോടി ദേവന്മാർ എന്ന് പറയുമ്പോൾ 30 മുക്കോടി ഗുരുക്കന്മാരാണ് യഥാർത്ഥത്തിൽ. എല്ലാ ദേവന്മാരും ഗുരുക്കന്മാരാണ്. കൃഷ്ണൻ ഗുരുവാണ്. അതാണ് കൃഷ്ണനെ അഖില ഗുരു എന്ന് വിളിക്കുന്നത്. അതുപോലെ ശ്രീരാമചന്ദ്രൻ ഗുരുവാണ്. എല്ലാ ദേവതാ സങ്കല്പങ്ങളും അതുപോലെ ദേവിയും ഗുരുവാണ്. അതുകൊണ്ടാണ് ദേവിയെ ഗുരുമൂർത്തി എന്നുള്ളൊരു നാമം കൊണ്ട് പറയുന്നത്. ഇനി 604 നാമം ഗുണനിധി, എല്ലാ ഗുണങ്ങൾക്കും നിധിയായിട്ടുള്ളവൾ, സത്വരജസ് തമോ ഗുണങ്ങൾക്ക് ഇരിപ്പിടമാണ് ദേവി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വസ്തുക്കളിൽ ഗുണരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നും അത് ദേവി തന്നെയാണ് എന്നും വസ്തുക്കളിൽ കാണുന്ന ഗുണങ്ങൾക്ക് നിധി ദേവി തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വസ്തുവിനും ഓരോരോ ഗുണങ്ങളുണ്ട്. അതുപോലെ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങൾക്കൊക്കെ നിധി ദേവി തന്നെയാണ് എന്നാണ് അർത്ഥം. അതാണ് ഗുണനിധി, ഗുണങ്ങൾക്ക് നിധിയായിട്ടുള്ളവൾ. ഇനി അടുത്ത നാമം 605 നാമം ഗോമാത, കാമധേനു തുടങ്ങിയ ഗോക്കൾക്ക് മാതാവായിട്ടുള്ളവൾ. അപ്പോൾ ഗോ എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥമുള്ള ഒരു വാക്കാണ്. ഗോ എന്ന് പറയുമ്പോൾ സ്വർഗം, ആകാശം, വാക്ക്, വജ്രം, ദിക്ക്, രശ്മി, ഭൂമി, ജലം. ഒരു യാഗത്തിന് തന്നെ ആ പേരുണ്ട്. സരസ്വതി, ആദിത്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കുലം, പർവ്വതം. ഈ അർത്ഥങ്ങളൊക്കെ ഗോ എന്ന് പറയുന്ന ഒരു വാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഗോ എന്ന് പറയുന്ന ഒരു പദത്തിന് ഒരുപാട് അർത്ഥങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, അപ്പോൾ ഈ അർത്ഥങ്ങൾ ഒക്കെ സ്വീകരിച്ച്, അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ ഇപ്പം കുറേ വാക്കുകളുടെ അർത്ഥം പറഞ്ഞില്ലേ, ഇതെല്ലാം സ്വീകരിച്ച് അവയ്ക്ക് ഉൽപ്പത്തി സ്ഥാനമായിട്ടും അമ്മയായിട്ടും ദേവിയെ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ആ അർത്ഥം പറയാം. ഇവർക്കൊക്കെ ഉൽപ്പത്തി സ്ഥാനം ദേവി, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ആകാശത്തിനും ഗോക്കൾക്കും വാക്കുകൾക്കും സരസ്വതി, അങ്ങനെ കുറേ ആദിത്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഭൂമി, കുലം, പർവ്വതം, ഇതിനൊക്കെ ഉൽപ്പത്തി സ്ഥാനമായ അമ്മയായിട്ടും ദേവിയെ പറയുന്നു. അതാണ് ഗോമാത. 606 ഗുഹ ജന്മഭൂ,
ഗുഹാസ്കന്ദനാണ് മുരുകൻ. ആ മുരുകൻ്റെ ജന്മത്തിന് കാരണമായ ദേവി, അതാണ് സ്കന്ദദേവൻ, മുരുകദേവൻ്റെ ജന്മത്തിന് അമ്മയായവൾ. അപ്പോൾ ദേവിയുടെ 2 മക്കളായിട്ട് നമ്മൾ ഗണപതിയെയും മുരുകനെയും നമുക്കറിയാമല്ലോ. അപ്പോൾ ഗുഹശബ്ദം അവിദ്യാസമൃദ്ധമായ ജീവനെയും കുറിക്കുന്നു. അപ്പോൾ ജീവാത്മാക്കൾക്ക് ജന്മസ്ഥാനമായവൾ ദേവി എന്നും അർത്ഥം പറയുന്നു. അപ്പോൾ ഗുഹ എന്ന് പറയുമ്പോൾ സ്കന്ദൻ മുരുകൻ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മുരുകൻ്റെ അമ്മയായവൾ എന്നർത്ഥം, അല്ലെങ്കിൽ ഗുഹ എന്ന ശബ്ദം ജീവാത്മാവിനെ കാണിക്കുന്നു. അപ്പോൾ എല്ലാ ജീവാത്മാക്കൾക്കും അമ്മയായ അല്ലെങ്കിൽ ജന്മസ്ഥാനമായ ദേവി എന്നർത്ഥം. ഇനി 607ാമത്തെ നാമം ദേവേശി. ദേവേശി എല്ലാ ദേവന്മാർക്കും, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ആയിട്ടുള്ള അവർക്കൊക്കെ ഈശ്വരിയായവൾ, എല്ലാവരുടെയും ഈശ്വരി. അപ്പം പിന്നെ ഈശ്വരൻ എന്ന് പറയുന്നത്, ദേവേശൻ എന്ന് പറയുന്നത് നമ്മൾ ദേവന്മാരുടെ ഈശ്വരൻ, അത് ശിവനാവാം, ബ്രഹ്മാവാം, വിഷ്ണു ആവാം, പിന്നെ ഇന്ദ്രനാവാം. അങ്ങനെയൊക്കെ ആവുമ്പോൾ അവരുടെ പത്നീപദം അലങ്കരിക്കുന്ന യഥാക്രമത്തിൽ പാർവതി, സരസ്വതി, മഹാലക്ഷ്മി, ശചീദേവി തുടങ്ങിയ ആ നാമങ്ങളെ കാണിക്കുന്നു. അപ്പോൾ ദേവന്മാർക്ക് ഈശ്വരി. അപ്പോൾ ദേവന്മാർ ഈ വിഷ്ണു ത്രിമൂർത്തികളും ഇന്ദ്രനും ഒക്കെ ആകുമ്പോൾ അവരുടെ പത്നിയായിട്ടുള്ള ഈശ്വരിയായിട്ടുള്ള ദേവി, അതാണ് ദേവന്മാർക്ക് ദേവി ദേവേശി. 608ാമത്തെ നാമം ദണ്ഡനീതിസ്ഥ. ദണ്ഡനീതിയിൽ സ്ഥിതി ചെയ്യുന്നവൾ. ദണ്ഡനീതി എന്ന് പറയുന്നത് നീതിശാസ്ത്രത്തിൻ്റെ ഒരു മുഖ്യ വിഭാഗമാണ് എന്നും ദണ്ഡനീതി ദേവിയുടെ തന്നെ ആജ്ഞയാണ് എന്ന് പറയുന്നു, അതിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ദണ്ഡനീതി നീതിശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് ദേവിയുടെ ആജ്ഞയാണെന്ന് പറയുന്നു. അതിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്നും. അപ്പം നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലം ഉണ്ടാവും, ചീത്തയായിട്ടുള്ള കർമ്മങ്ങൾക്ക്, തെറ്റുകൾക്ക് ശിക്ഷയും ഉണ്ടാവും എന്നുള്ളത് നമ്മളെ ഈ ലോകത്തിൻ്റെ ഒരു നിയമമാണല്ലോ. അപ്പോൾ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിച്ചേ തീരൂ എന്നും അത് വിധിക്കുന്ന അലിഖിതമായ ഒരു നീതി, അത് ദേവിയാൽ നിർദ്ദിഷ്ടമാണ്. അപ്പോൾ ആ ഒരു നീതിയിൽ ദേവി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കപ്പെടും എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഒരു നിയമമാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അധർമ്മം ആര് ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ, അത് ഈ ലോകത്തിൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ ആ ഒരു നിയമത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് 609ാമത്തെ നാമം ദഹരാകാശരൂപിണി. ദഹരാകാശരൂപിണിയായവൾ, ദഹരം എന്നാൽ ഹൃദയം. അപ്പോൾ ഹൃദയം എന്ന ആകാശത്തിൻ്റെ ആകാശം തന്നെ രൂപമായവൾ എന്നും അർത്ഥം. അപ്പോൾ നമ്മുടെ ഹൃദയം ആകാശമായിട്ട് സങ്കല്പിക്കുമ്പോൾ ഹൃദയാകാശം ജീവാംശമാണ്, നമ്മുടെ ജീവാത്മാവാണെങ്കിൽ ഈ ഹൃദയാകാശം ഒരു അല്പ ആകാശമാണ്. എന്നാൽ സകലയിടത്തും വ്യാപിച്ചിരിക്കുന്ന ചിതാകാശം, ആ ചിതാകാശവും ഈ ഹൃദയാകാശവും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്, തമ്മിൽ തത്വത്തിൽ വ്യത്യാസമില്ല. ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ആകാശമുണ്ട്, അതിന് ഇന്നർ സ്പേസ് എന്ന് പറയും നമ്മൾ ഫിസിക്സിലൊക്കെ. ഫിസിക്സല്ല, ഇപ്പോഴത്തെ നമ്മൾ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഇന്നർ സ്പേസ് ആൻഡ് ഔട്ടർ സ്പേസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവാത്മാവിൻ്റെ ഉള്ളിൽ ഇന്നർ സ്പേസ് ആയിട്ട് ഹൃദയത്തിൽ അവിടെ ഒരു ആകാശം, ആ ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതും ജീവാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേവി. അവിടെ ചിതാകാശം, ഈ ബോധാകാശം എന്നൊക്കെ പറയില്ലേ, അവിടെയും എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുന്ന, അത് രണ്ടും തമ്മിൽ തത്വത്തിൽ വ്യത്യാസമില്ല എന്നും ദഹരാകാശരൂപിണിയായിട്ട്, അതായത് ഹൃദയ ആകാശരൂപിണിയായിട്ട് ദേവിയെ അറിയാൻ അന്തർമുഖത്വമുള്ളവർക്ക് മാത്രമേ
എളുപ്പം കഴിയുകയുള്ളൂ. അതാണ് ചിതാകാശ രൂപിണിയായിട്ടുള്ള ദേവിയെ സാക്ഷാത്കരിക്കാൻ ദഹരാകാശ രൂപിണിയായ ദേവിയെ ആദ്യം അറിയേണ്ടതുണ്ട്. എന്നാലേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ അതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു ബ്രഹ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അത്രയ്ക്ക് ശരിയായിട്ട് വരാത്തത്. അപ്പോൾ മനുഷ്യൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഭഗവാൻ എന്ന ആ സങ്കല്പത്തെ അറിയാത്തത് കൊണ്ട് എന്തൊക്കെയാണ് ഇന്ന് കാണിച്ച് കൂട്ടുന്നത് ഈ ലോകത്ത്. അപ്പോൾ അതിൻ്റെ ഫലങ്ങളാണ് ഓരോ മനുഷ്യന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ട. അപ്പം നല്ലത് ചെയ്താൽ മാത്രമേ നല്ല ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഉള്ളിലിരിക്കുന്ന ഹൃദയാകാശത്തിലിരിക്കുന്ന ഭഗവത് ചൈതന്യത്തെ അറിയുക. അതാണ് ഹൃദയം തന്നെ ആകാശരൂപിണിയായിട്ടുള്ളവൾ ദേവി. ഇനി 610 നാമം പ്രതിപൻ മുഖ്യരാഗാന്ത തിഥിമണ്ഡല പൂജിത. കുറച്ച് വലിയ നാമമാണ് കേട്ടോ. അവിടെ പ്രതിപൻ എന്ന് പറയുമ്പം മുഖ്യമായ എന്ന് പറയുന്നു. പ്രതിപദം മുഖ്യമായ രാഗ എന്ന് പറയുമ്പോൾ പൗർണമി, എന്ന് പറയുമ്പോൾ പ്രകാശത്തെ കാണിക്കുന്നു. പൗർണമി. രാഗ അന്തമായ തിഥിമണ്ഡലത്തിൽ പൂജിക്കപ്പെടുന്നവൾ പൂജിത. അപ്പോൾ പ്രതിപൻ മുഖ്യ രാഗാന്ത തിഥിമണ്ഡല പൂജിത. പ്രതിപദം മുഖ്യമായിട്ടുള്ള പൗർണമി അന്തമായിട്ടുള്ള അവസാനമായിട്ടുള്ള തിഥിമണ്ഡലത്തിൽ 15 തിഥികളാൽ പൂജിക്കപ്പെടും. തിഥിമണ്ഡലം 15 തിഥികളാണ്. ആ തിഥികളാൽ പൂജിക്കപ്പെടുന്നവൾ ദേവി. അപ്പോൾ പ്രതിപദം തുടങ്ങിയ ഓരോ തിഥിയിലും വ്യത്യസ്തമായ വിധികളനുസരിച്ച് ദേവിയെ ആരാധിക്കേണ്ട സമ്പ്രദായങ്ങൾ തന്ത്രവിദ്യയിൽ പറയുന്നുണ്ട്. ആ വിധി പ്രകാരം പൂജിക്കപ്പെടേണ്ടവൾ. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇത്തിരി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അത് താല്പര്യമുള്ളവർക്ക് അതെടുത്ത് പഠിക്കുക, തന്ത്രവിദ്യയെക്കുറിച്ചും പൂജാവിധികളെക്കുറിച്ചും. അപ്പം ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു അർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ തന്ത്രവിധികൾ പൂജാവിധികളൊക്കെ ഗുരുമുഖത്ത് നിന്ന് ആണ് അറിയേണ്ടത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിപദം മുതൽ പൗർണമി വരെയുള്ള അത് ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും തിഥികൾ 15 തിഥികൾ. അതിന് നിത്യാദേവിമാരായിട്ട് ആരാധിക്കുന്നു. 15 നിത്യാദേവിമാരെക്കുറിച്ച് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേരുകളുമൊക്കെ. അവരെല്ലാം ചന്ദ്രകലാ സ്വരൂപങ്ങളായി നിലകൊള്ളുന്ന നിത്യാദേവിമാരുടെ പേരുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ 15 നിത്യാദേവികളാൽ പൂജിക്കപ്പെടുന്നവൾ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ 610 നാമം കുറച്ച് വലിയ നാമമാണ്. അതിൻ്റെ അർത്ഥം കുറച്ച് ഡെപ്തുള്ള അർത്ഥം തന്നെയാണ്. പ്രതിപൻ മുഖ്യരാഗാന്ത തിഥിമണ്ഡല പൂജിത. പ്രതിപദം മുഖ്യമായും പൗർണമി അവസാനമായും അന്ധമായിട്ടുമുള്ള തിഥിമണ്ഡലത്തിൽ 15 തിഥികളാൽ പൂജിക്കപ്പെടുന്നവൾ ദേവി എന്നുള്ള അർത്ഥമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ഭാഗങ്ങൾ ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോ ജലന്മുഖി ഗുരുമൂർത്തിർഗുണനിർഗോ മാതാ ഗുഹ ജന്മബുഹോ ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിപൻ മുഖ്യരാഗാന്ത തിഥിമണ്ഡല പൂജിത. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഒരു ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓം തത്സത്. നന്ദി, നമസ്കാരം.